ഇന്ന് ഒന്നാമത്തെ ഓണം. അപ്പൊ ഞാൻ ഇന്ന് ഓണസദ്യയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്താ പറയാ, ഞാൻ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാ നോക്കാം. ഇത് ഞാൻ തേങ്ങയെല്ലാം ചിരകി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കൂട്ടുകറി ഉണ്ടാക്കാൻ കടലയെല്ലാം പൊതിർത്ത് വെച്ച് ഇനി ഇത് വേവിക്കണം. പിന്നെ പച്ചക്കറികളെല്ലാം ഇങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഓണസദ്യ ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം. അതിന് ഇതാ കടല ഇന്നലെ ഞാൻ ഇത് കുതിർത്ത് വെച്ചതിനും പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് വേഗം വേവിച്ചെടുക്കാം. ഇത് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് അപ്പൊ ഇത് വേവട്ടെ. അപ്പൊ അങ്ങനെ എൻ്റെ കടല വെന്ത് ഞാൻ ഈ കടലയിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ പച്ചക്കായും ചേനയും ഇത് നമുക്ക് ഇതിലിടാം. കൂട്ടുകറിക്ക് വേണ്ട. അപ്പൊ ഇതാ പച്ചക്കായും ചേന ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കടലയിൽ തന്നെ ഇട്ട, വേറെ തന്നെയൊന്നും വെച്ചിട്ടില്ല, ഒന്നിച്ചെന്നെ ഇട്ട് ഇനി ഇതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുക. മുളക് പൊടി, ചീരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അപ്പൊ ഇതിന് വേവിക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും പിന്നെ കുരുമുളകും കൂടി ചതച്ച ഇതിലിടുക. അങ്ങനെ തേങ്ങയെല്ലാം ചേർത്ത് ഇതിനെ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുകും തേങ്ങയെല്ലാം താളിച്ചിടും. അങ്ങനെ കൂട്ടുകറി റെഡിയായി. അപ്പോൾ അങ്ങനെ കൂട്ടുകറി റെഡിയായി. ഇനി അടുത്തത് അവിയൽ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം മുറിച്ച് ഒരു പാനിൽ ഇട്ട് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ച്. അപ്പം എല്ലാവരും ഓണത്തിന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യത്തെ ഓണത്തിനാണ് ഓണസദ്യ ഉണ്ടാക്കിയത്. രണ്ടാമത്തെ ഓണത്തിന് നമ്മൾ എല്ലാവരും അച്ഛൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛമ്മയുടെ അടുത്ത് പോകും. അപ്പം നമുക്ക് ആദ്യത്തെ ഓണത്തിനാണ് പ്രാധാന്യം. അപ്പം അങ്ങനെ എൻ്റെ പച്ചക്കറികളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങയും പച്ചമുളകും തൈരും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് അത് വെന്ത കഷ്ണങ്ങളിൽ ഒഴിച്ച് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അവിയൽ റെഡിയായി.
ഞാൻ കുറേ ഉണ്ടാക്കുന്നു, പക്ഷെ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ചിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വേഗം വേഗം പിന്നെ തിരക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഇനിയാ അടുത്തത് കേബേജ് വറവ്. കേബേജ് വറവിന് ഞാൻ കേബേജ് എല്ലാം മുറിച്ച് കഷ്ണങ്ങളെല്ലാം വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുക് ഇട്ട് കേബേജ്, കോട്ടപ്പാല്, ക്യാരറ്റ് മൂന്നും കൂടി മിക്സാക്കി മിക്സഡ് വറവ്. അടുത്തത് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കി. അതിൽ പയറും മത്തനും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വേവിക്കാൻ വെച്ച്. ജീരകവും തേങ്ങയും നമ്മള് എരിശ്ശേരിക്ക് എന്താ പറയാ ചതച്ചിട്ട് നല്ലോണം അറിയണ്ട. സ്റ്റീലിന്റെ പരിപ്പ്. അങ്ങനെ എലിശ്ശേരി റെഡിയായി. ചൂടായ എണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങ എന്നെല്ലാം ഇവയെല്ലാം ഇട്ടിട്ട് നല്ലോണം വറക്കുക. അങ്ങനെ ഇതാ എലിശ്ശേരി റെഡിയായിട്ടുണ്ട്. എൻ്റെ ഓണസദ്യ